ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. അപ്പം അടിപൊളി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഒരു പ്രോൺസ് റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പ്രോൺസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് പ്രോൺസിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ പ്രോൺസ് എല്ലാം നമുക്കൊന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കണം. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഒന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ നല്ല ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ആ ഓയിലിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു 3 പച്ചമുളക്, ഒരു 1.5 സവാള ഒന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നമ്മുടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മാഷായി വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ആ പ്രോൺസ് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മുടെ ബസ്മതി റൈസ് ഒന്ന് വേവിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റൈസ് റെഡിയായി കിട്ടും. ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലേ ഒന്ന് തയ്യാറാക്കി നോക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗീ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഞാൻ ഇപ്പം കുറച്ച് മിനിമലായിട്ട് തന്നെ ഗീ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തിയും
പിന്നെ കുറച്ച് റൈത്തയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.